അപ്പൊ ആ ജന്മം ലോകത്ത് ഇന്നും 1500 കൊല്ലങ്ങൾക്കിപ്പുറവും ലോക മുസ്ലിമീങ്ങൾ ആ ഒരു മാസം വരുമ്പോൾ, തിങ്കളാഴ്ച ദിവസം വരുമ്പോ, റബീഉൽ അവ്വൽ വരുമ്പോ, റബീഉൽ അവ്വൽ 12 വരുമ്പോ ആലോചിച്ചോർമ്മിച്ച് സന്തോഷിക്കുകയാണ്. ഇനി എന്തിനാണ് ഈ ഹുബ്ബ്? അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് എന്തിനാണ്? ഹുബ്ബോളം വരില്ല മറ്റൊന്നും. മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മാ ഫരിഹ്നാ ബഅദൽ ഇസ്ലാമി ഫർഹൻ അശദ്ദ മിൻ ഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഇപ്പോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്? ഇതിലൊക്കെ വല്ല കഥയുമുണ്ടോ? ചിലർ ചോദിച്ചു, അങ്ങനെ പാടുണ്ടോ, ഇങ്ങനെ പാടുണ്ടോ, അങ്ങനെ പാടാമോ, ഇങ്ങനെ ചൊല്ലാമോ എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു. അതിലൊന്നും നിങ്ങൾ ആരും വശംവദരാവണ്ട. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഉദാഹരണമായി മൗലിദിലുള്ള ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ചിലര് പറയും അത് പാടില്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആരാധനയാണ്. ചിലർ പറയുന്ന ഒരു വാദമാണ്. ഞാൻ ആ വിവാദ വിഷയങ്ങളിലേക്കൊന്നും പോവല്ല. പക്ഷേ ഈ ചർച്ചകളൊക്കെ നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ, കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ചർച്ചക്ക് തിരികൊളുത്തിയ ആൾ ആരാന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അള്ളാഹുവിന്റെ ഹബീബിനോട് ദോഷം പൊറുക്കാൻ വേണ്ടി ശുപാർശ പറയുന്നത്, നബിയേ ഞങ്ങളിൽ നിന്ന് വലിയ തെറ്റുകൾ വന്നുപോയി, നബിയേ തങ്ങൾ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനുള്ള ആരാധനയാണെന്ന് ലോകത്താദ്യമായി പറഞ്ഞ ആളാരാന്ന് മനസ്സിലായാൽ അസുഖം എന്താന്ന് ശരിക്കും മനസ്സിലാവും. ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. ഞാൻ എന്റെ വകയിൽ പറയുന്നതല്ല, ഞാൻ തഫ്സീറുകളിൽ നിന്നാണ് വായിക്കുന്നത്. ആദ്യമായി അള്ളാഹുവിന്റെ ഹബീബിനോട് തെറ്റ് ചെയ്തു പോയവർ പോയി പരാതി പറഞ്ഞാൽ അത് റസൂലുള്ളാഹിക്കുള്ള ആരാധനയാണെന്ന് ലോകത്താദ്യമായി പറഞ്ഞ മനുഷ്യന്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്നാണ് ആ മനുഷ്യന്റെ പേര്. ശരിക്കും ഓർമ്മ വെച്ചോളി, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഏത് നാട്ടുകാരനാണ്? അയാൾ മദീനക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മജ്ലിസിലുണ്ടായിരുന്ന ആളാണ്. മദീനയിലെ മുനാഫിക്കുകളുടെ നേതാവാണ്. ഈ മനുഷ്യന്റെ പണി എന്താ? എന്നും മുനാഫിക്കുകളുടെ സ്വഭാവം മഹാന്മാരെ ചെറുതാക്കി കാണിക്കുക എന്നതാണ്. ഈ മനുഷ്യന്റെയും പരിപാടി അതായിരുന്നു. അവസരം കിട്ടുമ്പോഴൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെ ചെറുതാക്കാൻ കഴിയും എന്ന് ശ്രദ്ധിച്ച് നടക്കുക. ഇവന്റെ ഈ കള്ളത്തരം എല്ലാവർക്കും മനസ്സിലായി.